BSc അനസ്തേഷ്യ ടെക്നോളജി. ഇത് സർജനെയും അനസ്തേഷ്യോളജിസ്റ്റിനെയും അസിസ്റ്റ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്ന ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ്. സർജറിക്ക് മുന്നോടിയായി രോഗികൾക്ക് അനസ്തേഷ്യ നൽകുന്നതിനും സർജറി സമയത്ത് രോഗിയുടെ വൈറ്റൽ സൈൻ മോണിറ്റർ ചെയ്യുന്നതിനും ഡോക്ടർമാരെ സഹായിക്കുന്നവരാണ് അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ്. അനസ്തേഷ്യ മെഷീൻ, വെന്റിലേറ്റർ, പേഷ്യൻ്റ് മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഇവർക്ക് പ്രധാന പങ്കുണ്ട്. സർജറിക്ക് മുൻപ് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് തയ്യാറാക്കുക, സർജറി സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക, സർജറിക്ക് ശേഷം പേഷ്യൻ്റ് റിക്കവറി നിരീക്ഷിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ചുമതലകൾ. 4 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 3 വർഷം പഠനവും 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പുമാണ് ഇതിനുള്ളത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടെ വിജയിച്ചവർക്കാണ് ഈ കോഴ്സിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, അനസ്തീഷ്യ ടെക്നോളജി, OT എക്യുപ്മെൻറ്റ്സ്, പേഷ്യൻ്റ് കെയർ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ഇതിൽ പഠിക്കേണ്ടി വരിക. LBSൻ്റെ ലിസ്റ്റ് അനുസരിച്ച് 3 കോളേജുകളിലായി ആകെ 17 സീറ്റുകളാണ് BSc അനസ്തീഷ്യ ടെക്നോളജിക്കായി കേരളത്തിലുള്ളത്. അതിൽ 8 സീറ്റിലേക്കുള്ള അഡ്മിഷൻ LBS വഴിയാണ് നടക്കുക. 2024 കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അനസ്തീഷ്യ ടെക്നോളജി എന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ 4 കോളേജുകളിൽ BSc അനസ്തീഷ്യ ടെക്നോളജി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ അതിൽ KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ അഡ്മിഷൻസ് ഒന്നും നടന്നതായി കാണുന്നില്ല. ഈ വർഷം അവിടെ സീറ്റുകൾ അനുവദിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും അടുത്ത കോളേജിലേക്ക് പോകാം. 2024 കേരളത്തിൽ ആദ്യമായി അനസ്തീഷ്യ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോളേജാണിത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇൻഡെക്സ് മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലെ ആദ്യത്തെ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 4ാമത്തെ അലോട്ട്മെൻറ്റിലായിരുന്നു. ഇൻഡെക്സ് മാർക്ക് 299.17. അടുത്ത അഡ്മിഷൻ നടന്നിരിക്കുന്നത് 6ാമത്തെ അലോട്ട്മെൻറ്റിലായിരുന്നു. 295.84. ഈഴവ വിഭാഗത്തിൽ നിന്ന് 14ാമത്തെ അലോട്ട്മെൻറ്റിൽ 266.66 എന്ന ഇൻഡെക്സ് മാർക്കിലും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അടുത്തത് മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് പുതുക്കോടാണ്. അവിടെയുള്ള 6 സീറ്റുകളിൽ 3 സീറ്റുകളിലാണ് LBSൽ കൂടി അഡ്മിഷൻ നടക്കുന്നത്. ATക്കായി ഇവിടെ 14ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആദ്യ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ 267.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയത്. അതുപോലെ 20ാമത്തെ അലോട്ട്മെൻറ്റിലാണ് അടുത്ത അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 278.33 ഇൻഡെക്സ് മാർക്കിലാണ് ആ അഡ്മിഷൻ നടന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 247.5 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് 23ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നടന്നിരിക്കുന്നത്. അടുത്തൊരു കോളേജ് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ്, തിരുവനന്തപുരം. ആകെ 5 സീറ്റുകളാണ് അവിടെയുള്ളത്. 2 സീറ്റുകളിലേക്കാണ് LBSൽ കൂടി അഡ്മിഷൻ നടക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടന്ന 2 സീറ്റുകളും സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെയാണ്. 14ാമത്തെ അലോട്ട്മെൻറ്റിൽ 265 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കും 23ാമത്തെ അലോട്ട്മെൻറ്റിൽ 232.5 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടിക്കുമാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതായത് 2025 അപ്രൂവൽ കിട്ടിയ 2 കോളേജിലും അഡ്മിഷൻ നടന്നിരിക്കുന്നത് കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിലാണ്. സീറ്റുകൾ അനുവദിച്ചതിലെ കാലതാമസമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഇൻഡെക്സ് കുറഞ്ഞവർക്ക് ATയിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം സീറ്റുകൾ കുറഞ്ഞതും കൂടുതൽ ഡിമാൻഡും ഉള്ള ഒരു കോഴ്സാണ് അനസ്തേഷ്യ ടെക്നോളജി.